ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഇന്ന് നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നോക്കുന്നത്. ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്വസ്റ്റ്യൻ കോഡ് എ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. 2, 1945 ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ ബി ജോർജ് ഓർവെൽ. 3, ഡഫറിൻ പ്രഭുവിൻ്റെ തലച്ചോറിൻ്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് നിർദ്ദേശിച്ചത് ഓപ്ഷൻ എ ലാല ലജ്പത് റായ്. 4, 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത് ഓപ്ഷൻ ബി കാന്റൺ. 5, ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ നേതൃത്വമായി പങ്കുവഹിച്ചത് ഓപ്ഷൻ സി NAM നോൺ അലയൻസ് മൂവ്മെൻറ്റ്. 6, ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ഡി കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളിയിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. 8, ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? 2, അകക്കാമ്പ്. 4, താഴത്തെ ആവരണം ഓപ്ഷൻ ബി. 9, സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകളുള്ള ആവാസ വ്യവസ്ഥ ഓപ്ഷൻ എ ഒഡീഷയിലെ ഭിട്ടാർഗണിക. 10, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി നാഗാലാൻഡ്. 11, കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം ഓപ്ഷൻ സി കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. 12, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബിപ്പർജോയി ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഓപ്ഷൻ എ ഗുജറാത്ത്. 13, ഇന്ത്യയിൽ ആസൂത്രണത്തെക്കുറിച്ച് പറയുന്നതിൽ ശരി ഏതാണ്? എല്ലാം ശരിയാണ് ഓപ്ഷൻ സി. 1966-69 പ്ലാൻ ഹോളിഡേ ആയിരുന്നു. 78 5-ാം പഞ്ചവത്സര പദ്ധതി 4-ാം വർഷത്തിൽ അവസാനിച്ചു. 90-ൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല, 92-ൽ മാത്രമാണ് ആരംഭിച്ചത്. അപ്പോൾ ഓപ്ഷൻ സി. 14, നീതി ആയോഗിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനയിൽ ശരി ഏതാണ്? DMOയും NILERDയും നീതി ആയോഗിൻ്റെ കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് അല്ലെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ശരി. പിന്നെ അതിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാരാണ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ 2 തെറ്റാണ്. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരി. 15, ഹരിത വിപ്ലവത്തെക്കുറിച്ച് പറയുന്നതിൽ ശരി ഏതാണ്? 1, ഭക്ഷ്യധാന്യങ്ങൾ സ്വയം പര്യാപ്തത ശരിയാണ്. 2, ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിരുന്നു ശരിയാണ്. 3, നമുക്കറിയാം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ്? നോർമൻ ബോർലോഗ്. അത് ഇന്ത്യയിലാണെങ്കിലോ MS സ്വാമിനാഥനാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 1 and 2 ഓൺലി. 16, GSTയെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. ശരി. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. ശരി. 2017-ലാണ് നടപ്പിലാക്കിയത്. ശരി. അപ്പോൾ സി ആണ് ഓൾ ഓഫ് ദി എബോവ്. 16 സി. 17, താഴെ പറയുന്നവയിൽ ശരിയേത്? ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. ശരി. സെബി അല്ല KYC മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ തെറ്റാണ്. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ശരി. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ഡി. 18, 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെ സംബന്ധിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? 1, മുകളിൽ സൂചിപ്പിച്ച ലയനം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, അത് UCO ബാങ്കാണ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഓൺലി 1 ആണ് ശരി. 18 ഓപ്ഷൻ എ. 19, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷമാണ് നിയമിക്കുന്നത്. ശരി. ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഗവർണറുമായി കൂടിയാലോചിക്കുന്നു. ശരി. ബന്ധപ്പെട്ട സംസ്ഥാനത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിക്കുന്നു. ശരി. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായിട്ടും ഗവർണറുമായിട്ടും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ടും കൂടിയാലോചന നടത്തിയ ശേഷമാണ്. മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 19 ഓപ്ഷൻ ഡി. 20, താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? പ്രസ്താവന 1, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. ശരിയാണ്. പ്രസ്താവന 2, നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിൻ്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടിക്രമങ്ങളുടെ സാധ്യത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ബോത്ത് 1 and 2. 20 ഓപ്ഷൻ സി. 21, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ. യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ വേർപിരിയൽ, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 2 ഓൺലി. രാഷ്ട്രത്തിൻ്റെ ഐക്യവും രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ ബി. 21 ഓപ്ഷൻ ബി. 22, താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലികാവകാശമാക്കിയത്? 86-ാം ഭേദഗതി 2002. 23, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനവുമായി ശരി ഏതാണ്? ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിൻ്റെയോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. പിന്നെ അതിന് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. ഇത് രണ്ടുമാണ് ശരി. ഓക്കെ. ഓപ്ഷൻ എ. 23 ഓപ്ഷൻ എ. 24, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പറയുന്നത് ശരി ഏതാണ്? 46 ഡിസംബർ 9 സച്ചിദാനന്ദ സിൻഹയെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു.
അത് ശരിയാണ്. 46 ഡിസംബർ 13-നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പോൾ അത് തെറ്റിപ്പോയി, രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ തെറ്റ് 2 മാത്രമാണ്. 47 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി. അടുത്തത് 25 ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏത്? ഓൺലി 3 വൈദ്യുതി മാത്രമാണ്. അപ്പോൾ ഓപ്ഷൻ സി. 25 ഓപ്ഷൻ സി. 26 ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയേത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 1 യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം ഭാഗം 11-ൽ പറയുന്നു. യൂണിയൻ സംസ്ഥാനങ്ങളും കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥ 14-ൽ പ്രതിപാദിക്കുന്നു. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ 16-ൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാം ശരിയാണ്. 27 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ് ചോദ്യം. കമ്മീഷന്റെ അധ്യക്ഷൻ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. ശരി. മറ്റൊരംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതും ശരിയാണ്. ഓക്കെ, 1ഉം 2ഉമാണ് ശരി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയായിരുന്ന ആളാണ് അധ്യക്ഷൻ. അംഗമോ ഒരു ഹൈക്കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തി, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായിട്ടാണ് ഇരുന്നതെങ്കിൽ 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരിക്കണം. മെമ്പർ ആകാൻ പറ്റുന്ന ആളുടെ കാര്യമാണ് ആ പറഞ്ഞത്. ഓക്കെ. 28 ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലികാവകാശമായി പ്രഖ്യാപിച്ചത്? 19(1)(a) പ്രകാരം. 29 താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതി? അഭയകിരണം, പടവുകൾ, സ്നേഹസ്പർശം, ആശ്വാസനിധി. ഓൾ ദി എബോവ് ആണ് ഓപ്ഷൻ ഡി. 30 കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയേത്? 57-ൽ ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായി ശ്രീ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ തദ്ദേശ ഭരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള മാറ്റങ്ങൾ പഠിക്കുന്നതിനും ശുപാർശ ചെയ്യുന്നതിനും 96-ൽ ശശിധരൻ നായർ കമ്മീഷൻ രൂപീകരിച്ചത് തെറ്റാണ്. 96 ഓഗസ്റ്റ് 17-ന് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. അത് ശരിയാണ്. അപ്പോൾ സി ആണ് ഓൺലി 1 and 3. 30 സി. 31 കേരള സർക്കാർ ഫെബ്രുവരി 2000-ൽ നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും പ്രത്യേകം നിയമന ക്യാമ്പയിനുകൾ നടപ്പാക്കുക. പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പാക്കുക. 32 ബയോ കെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ മേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതി എൻ പ്രൗഡ്. ഓപ്ഷൻ ബി. 33 ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ഓപ്ഷൻ ഡി. ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ ആവശ്യമാണെന്നുള്ളത് തെറ്റാണ്. പ്രതികരണം ആരംഭിക്കാൻ ഒരു ശക്തമായ ഉത്തേജനം വേണം. ഉത്തേജനം ഒരു പ്രേരണയാക്കി മാറ്റാൻ ഒരു റിസപ്റ്റർ വേണം. തലച്ചോറിൽ പ്രേരണയുടെ വ്യാഖ്യാനം നടക്കണം. അത്രയും മതി. 34 പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറക്കഷ്ണങ്ങളെയും ഓപ്ഷൻ സി ടെഫ്ര എന്ന് വിളിക്കുന്നു. 34 ഓപ്ഷൻ സി. 35 ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധി വേരിസെല്ല എന്നും അറിയപ്പെടുന്നു. ഓപ്ഷൻ സി ആണ് വേരിസെല്ല. 36 കരളിൽ നാരുകളിൽ കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ? ഓപ്ഷൻ ബി സിറോസിസ്. 37 UN സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030-ന്റെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ദൗത്യം ആരംഭിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആർദ്രം. 38 ഒരു ചതുരത്തിന്റെ ഓരോ വശവും 1.1 മീറ്ററായി അളക്കുന്നു. ഉചിതമായ പ്രധാന കണക്കുകളിൽ ചതുരത്തിന്റെ വിസ്തീർണം എന്താണ്? ഓപ്ഷൻ സി 1.2 മീറ്റർ സ്ക്വയർ. ഓക്കെ. 39 ശരിയായത് തിരഞ്ഞെടുക്കുക. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനേർഷ്യൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. ശരി. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗത്തിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനേർഷ്യൽ അല്ലാത്ത ഫ്രെയിമിൻ്റെ ഒരു ഉദാഹരണമാണ്. 4ഉം ശരിയാണ്. 1ഉം 4ഉം ഓപ്ഷൻ ബി ആണ് ശരി. 39 ബി. 40 തെർമോഡൈനാമിക്സിൽ 0 നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ ഡി താപസന്തുലിതാവസ്ഥ. 40 ഓപ്ഷൻ ഡി. 41 ഐക്യരാഷ്ട്രസഭ 2025-നെ ഡാഷായി പ്രഖ്യാപിക്കുന്നു. ഓപ്ഷൻ എ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. 42 കാർബണിൻ്റെ ഒരു അല്ലോട്രോപ്പായ ഗ്രാഫിൻ ഒരു 2D പദാർത്ഥമാണ്. ഓപ്ഷൻ ബി. 43 വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന അയോണുകളെ ക്രമീകരിക്കുക. ഓപ്ഷൻ സി N3- F+, Mg2+, Al3+. N3- ആണ് ഏറ്റവും വലുത്. 44-ാമത്തെ ചോദ്യം പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? ഓപ്ഷൻ എ നിക്കോട്ടിൻ. 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ ലഭിച്ചത്? ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 45 ഓപ്ഷൻ എ. 46 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെൻറ്റ് വിജയിച്ച യുവതാരത്തിൻ്റെ പേര്? ഓപ്ഷൻ സി ഡി ഗുകേഷ്. 47 മുച്ചിക്കോട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തെയ്യം. 48 കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരി? ഓപ്ഷൻ ബി മല്ലിക സാരാഭായ്. 49 2010 സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമ? ഓപ്ഷൻ ഡി ആദാമിൻ്റെ മകൻ അബു.
50 പങ്കജ് അദ്വാനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ബില്യാർഡ്സ്. 51 -5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം? ഓപ്ഷൻ സി 3 ആണ്. 52 3 മെട്രിക് ടണ്ണിൻ്റെ എത്ര ശതമാനം 60 കിൻഡലിൽ വരും? ഓപ്ഷൻ ഡി 200%. 53 5, 8, 15 എന്നിവയുടെ നാലാമത്തെ അനുപാതം? ഓപ്ഷൻ ബി 24. 54 എയും ബിയും ചേർന്ന് ഒരു ജോലി 7 ദിവസം കൊണ്ട് ചെയ്യും. എയ്ക്ക് ബിയുടെ 1.25 മടങ്ങ് കാര്യക്ഷമതയുണ്ട്. അതേ ജോലി എയ്ക്ക് മാത്രം എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും? ഓപ്ഷൻ എ 11 ദിവസം. 55 എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറും സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കും ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കുമാണ്. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം? ഓപ്ഷൻ സി 30√2 മീറ്റർ. 56 എക്സ്, വൈ എന്നിവയുടെ പരസ്പര പൂരകത്തിൻ്റെ ശരാശരി? ഓപ്ഷൻ ഡി x+y/2xy. 57 മിസ്റ്റർ എക്സ് കിഴക്കോട്ട് അഭിമുഖമായി നിൽക്കുന്നു. അവൻ ഘടികാരദിശയിൽ 110 ഡിഗ്രി തിരിഞ്ഞ് എതിർ ഘടികാരദിശയിൽ 155 ഡിഗ്രി തിരിയുന്നു. ഇപ്പോൾ അവൻ ഏത് ദിശയിൽ അഭിമുഖീകരിക്കുന്നു? ഓപ്ഷൻ സി വടക്ക് കിഴക്ക്. 58 30 - 10 300, 7/4 11, 9x3 6 ആണെങ്കിൽ 50 - 20 × 100/10 എന്നത് എത്രയാണ്? ഓപ്ഷൻ എ 910. 59 സമ്മർ എന്നത് റണ്ണർ എന്ന് കോഡ് ചെയ്യുന്നു. വിൻ്റർ എന്നത്? ഓപ്ഷൻ ബി. 60 കണ്ണാടിയിൽ നോക്കിയാൽ 8 മണിയാകാൻ 15 മിനിറ്റ് സമയം. യഥാർത്ഥ സമയം എത്രയാണ്? ഓപ്ഷൻ എ 4:15. 71 ഹ്രദം എന്ന വാക്കിന് സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി പ്രഭാതം. 72 താഴെ പറയുന്നവയിൽ ശരിയായ രൂപമേത്? ഓപ്ഷൻ എ ഉപോദ്ബലകം. 73 കൺസീലിയേഷൻ എന്ന പദത്തിൻ്റെ കൃത്യമായ വിവർത്തനം എന്ത്? ഓപ്ഷൻ എ അനുരഞ്ജനം. 74 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി ആശാൻ്റെ കവിത ഗഹനമായ ആശയങ്ങളാൽ സമ്പുഷ്ടമാണ്. 75 മാടമ്പി എന്നതിൻ്റെ എതിർലിംഗം? ഓപ്ഷൻ ബി കെട്ടിലമ്മ. 76 ആപത്തിലെ ധൈര്യം എന്ന അർത്ഥമുള്ള ശരിയായ പദമേത്? ഓപ്ഷൻ ഡി വിപതി ധൈര്യം. 77 ഒന്നിനെയും വകവയ്ക്കാത്തവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, പാഷാണത്തിൽ കൃമി. 78 വെണ്മ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി വെള് പ്ലസ് മ. ഓപ്ഷൻ സി ആണ് 78. 79 നിഴൽ യുദ്ധം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് ഏത്? ഓപ്ഷൻ ബി നിഴലിനോടുള്ള യുദ്ധം. 80 കൗമുദി, ജ്യോത്സ്ന എന്നിവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ഓപ്ഷൻ സി നിലാവ്. കൗമുദി, ജ്യോത്സ്ന, നിലാവ്. 80 ഓപ്ഷൻ സി. 81 ഉദ്योग में कौन सा उपसर्ग लगा है? ऑप्शन ए उत. 82 निम्नलिखित में से कौन सा शब्द व्यक्तिवाचक संज्ञा है? ऑप्शन डी हिमालय. 83 निम्न में से तद्भव शब्द कौन सा है? ऑप्शन ए आग. 84 निम्नलिखित में से किसमें संप्रदान कारक का प्रयोग हुआ है? ऑप्शन बी गोपाल ने गरीबों को भोजन दिया. 85 कालीमा शब्द में किस प्रत्यय का प्रयोग हुआ है? ऑप्शन डी आ शब्द. 86 अनेक छात्र दिल्ली चले गए वाक्य में कौन सा विशेषण है? ऑप्शन बी अनिश्चित संख्यावाचक. 87 सबॉर्डिनेट शब्द का हिंदी परिभाषिक शब्द कौन सा है? ऑप्शन सी अधीनस्थ. 88 निम्न में स्त्रीलिंग शब्द कौन सा है? ऑप्शन बी अहिंसा. 89 इनमें से किस वाक्य में अकर्मक क्रिया का प्रयोग किया गया है? ऑप्शन डी मजदूर गहरी नींद में सो रहा है. 90 पेड़ शब्द का बहुवचन क्या है? ऑप्शन ए पेड़. ओके. 91 if a computer has 64 KB word length then its memory unit has how many memory locations? Option C. 92 identify the commonly used magnetic ink character recognizer fonts from the list below. CMC 7 E13B. Option A. 93 the EBCDIC can represent up to how many different characters? Option B 256. 94 which of the following printer uses a physical impact while printing on paper? Option C dot matrix printer. 95 which is the octal equivalent of 255?
Option A 377 8. 96. What is the use of shortcut key Ctrl plus Shift plus greater than in MS Word? Option A increase font size. 97. Which among the following views in MS PowerPoint are used for organizing and rearranging slides? Option B normal view, slides outer view. 98. Which of the following function in MS Excel is used to count cells in a range that meets specific criteria? D. COUNTIF. 99. Which tab in MS Word 2010 allows you to format text into multiple columns? Option B. Page layout. 100. Filter in MS Excel is used for? Option C. Extracting data that meets the defined criteria, analyzing and managing relevant data. Thank you.